പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ ആകെ തകർന്നു പോയിരിക്കുകയാണ്. സജയന്റെ ചതിയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു. എല്ലാ കാര്യവും അറിയുന്ന പ്രവീണയുടെ ഭർത്താവ് ഇതേ തുടർന്ന് നിന്നെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് തന്നെ നിന്നെ കൈവിടണം എന്ന് ഞാനിപ്പോൾ കരുതുന്നില്ല. സജയൻ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ. നീ പക്ഷേ എൻ്റെ കൂടെ തന്നെ വേണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് ധൈര്യമായിരിക്കുകയാണ് പ്രവീണയ്ക്ക്. പക്ഷേ സജയനാകട്ടെ കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ തയ്യാറാകുന്നില്ല. ഇതേ തുടർന്ന് വീണ്ടും പ്രവീണയെ ചെന്ന് കാണുന്ന സജയൻ നിയമപരമായി കാര്യങ്ങൾ നേരിടാനുള്ള തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും ഇനി ബാക്കി കാര്യങ്ങൾ കൂടി എല്ലാവരും അറിയട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രവീണ മാനസികമായി തകർന്നു പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇതേ തുടർന്നാണ് വീട്ടിലുള്ളവരും സജയന്റെ ചതിയെപ്പറ്റി അറിയാൻ ഇടയാകുന്നത്. ഇതോടെ ഗൗതമും നന്ദയും ഈ കാര്യം മനസ്സിലാക്കാൻ ഇടയാകുന്നു. നന്ദ ഉടൻ തന്നെ പ്രവീണയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. പ്രവീണയോട് യാതൊരു വിധത്തിലും അയാളുടെ ഭീഷണിക്ക് വഴങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയാൾ എൻ്റെ ജീവിതം തന്നെ അയാൾ പറഞ്ഞത് അനുസരിച്ചില്ല എങ്കിൽ ഇല്ലാതാക്കും എന്ന് പ്രവീണ പറയുന്നു. പക്ഷേ നീ വിഷമിക്കേണ്ട, അവന് അങ്ങനെയൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അവനെ നേരിടുന്നതിനായി നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരുമുണ്ട്. മാത്രവുമല്ല, ഗൗതമില്ലേ ഇവിടെ, ഗൗതം തന്നെ നിയമപരമായി കാര്യങ്ങൾ നേരിടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ഞാൻ നൽകാം. പ്രവീണ യാതൊരു വിധത്തിലും അവന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട ആവശ്യം ഇല്ല എന്ന് നന്ദ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് നന്ദ ഗൗതമിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു. ഗൗതമിനോട് പ്രവീണയുടെ കുടുംബജീവിതം രക്ഷപ്പെടുത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അത് നമ്മുടെ ചുമതല കൂടിയാണ്. അവൾ നമ്മുടെ കുടുംബമാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് അപകടം വരികയാണ് എങ്കിൽ അത് നേരിടുന്നതിനായി കൂടെ നിൽക്കേണ്ടത് നമ്മുടെ കൂടി ചുമതലയാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഗൗതം സജയനെ പൊക്കുന്ന കാര്യം ഞാൻ ഏറ്റു. യാതൊരു വിധത്തിലും പ്രവീണയ്ക്ക് അവന്റെ ഭാഗത്തു നിന്ന് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ ഉറപ്പു നൽകാം. അവന്റെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി ഇനിയാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഗൗതം ഇതേ തുടർന്ന് സജയനെ തേടി എത്തിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ വരവ് സജയനെ ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് പ്രവീണയുമായി എന്താടാ പരിപാടി എന്ന് ചോദിച്ചിരിക്കുകയാണ് ഗൗതം. കാര്യങ്ങൾ മനസ്സിലാക്കുന്ന സജയൻ സാറ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്ന് വ്യക്തമാക്കുകയും ഞങ്ങൾ തമ്മിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ പ്രവീണ എൻ്റെ വീട്ടിലെ കുടുംബാംഗമാണ്. അവളുടെ കാര്യത്തിൽ ഞാനല്ലാതെ ആരാണ് ഇടപെടുക എന്ന് ചോദിക്കുന്ന ഗൗതം ഇതേ തുടർന്ന് സജയനെ തല്ലിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ അടിയിൽ സജയനാകെ ഞെട്ടിപ്പോകുന്നു. ഇതേ തുടർന്ന് ഇനിയും പ്രവീണയെ നീ ശല്യപ്പെടുത്തി എന്നുള്ള കാര്യം അറിയുകയാണ് ഞാനെങ്കിൽ പിന്നെ നീ പോലീസിന്റെ മൂന്നാം മുറ എന്താണ് എന്നുള്ള കാര്യം അറിയുമെന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തത് സജയന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയാകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.